ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. അങ്ങനെയല്ല, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസമായി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു 8-9 മന്തായിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരുന്ന കാര്യമാണിത്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. എന്തൊക്കെ വേണം ഹോസ്പിറ്റൽ ബാഗിൽ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഡെലിവറി അടുത്തിരിക്കുന്ന കുറേ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നീ എന്തൊക്കെയായിരുന്നു നിൻ്റെ ഡെലിവറി ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്തതെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന, ഇപ്പോൾ ഡെലിവറി അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരുടെ സംശയമായിരിക്കും എന്തൊക്കെ വേണമെന്നുള്ള. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പേജസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് വേണോ, ഹോസ്പിറ്റൽ ബാഗിൽ വേണോ, അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് കോഴിക്കോട് കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഡെലിവറി കഴിഞ്ഞ് ഇറങ്ങിയവർക്കറിയാം, അവിടെ ഡെലിവറിക്ക് കയറുന്ന ഒരമ്മ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വേണ്ടി ഡിസ്ചാർജ് ആവുന്ന ആ ദിവസം വരെ വൈറ്റ് മുണ്ടും വൈറ്റ് ബ്ലൗസുമാണ് യൂസ് ചെയ്യേണ്ടത്. അത് എന്നെ ഇപ്പോൾ ഓപ്പറേഷൻ, എൻ്റെ സി സെക്ഷൻ ആയിരുന്നു, എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നത് തൊട്ട് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ വൈറ്റ് മുണ്ടും വൈറ്റ് ബ്ലൗസുമാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയൊന്നുമല്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് എനിക്കൊരു 3 കൂട്ട് വൈറ്റ് ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് 3-4 കൂട്ട് ഡ്രസ്സ് എടുത്ത് വയ്ക്കാം. പിന്നെ അതിലേക്ക് ഇന്നേഴ്സാണ് വേണ്ടത്. ഇന്നേഴ്സ് കറക്റ്റ് സൈസ് ആയിട്ട് എടുക്കുക. കൂടുതൽ ഓവർ സൈസൊന്നും വേണമെന്നില്ല. കറക്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സൈസ് ഏതാണോ ആ സൈസ് തന്നെ ഇന്നേഴ്സ് എടുത്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് പാഡ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സൈസ് അല്ലാണ്ട് അതിൽ കൂടുതൽ സൈസ് എടുക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ സൈസുള്ള പാഡ് എടുത്ത് വയ്ക്കുക. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് വൈറ്റ് മുണ്ട്. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ഒരു മല്ലുമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരുമ്പോൾ വീണ്ടും ഒരു മല്ലുമുണ്ട് യൂസ് ചെയ്തു. പിന്നെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ യൂസ് ചെയ്തത് മുണ്ടാണ്. എനിക്ക് പാഡ് വെച്ചിട്ട് അത്ര കംഫർട്ടബിൾ ആയില്ല. അപ്പോൾ ഞാൻ മുണ്ട് തന്നെ യൂസ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ മുണ്ട് ഉണ്ടാവണം. ബ്ലീഡിങ് ഉണ്ടാവും. നോർമൽ ഡെലിവറി ആണെങ്കിൽ തീർച്ചയായും ഉണ്ടാവും, ഓപ്പറേഷൻ ആണെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം മുണ്ട് ഉണ്ടാവണം. അല്ല, ഇപ്പോൾ പാൻറ്റീസ് പോലെയുള്ള പാഡ് അവൈലബിൾ ആണ്, അങ്ങനെ അത് ഓക്കെയാണ്, അത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത്രയാണ് നമ്മുടെ അമ്മമാർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമാണ് നമുക്ക് സോപ്പ്, ചീപ്പ്, ബ്രഷ്, പേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ടൈ ചെയ്യുന്ന കുപ്പായം ഉണ്ടല്ലോ, അതെടുത്ത് വയ്ക്കുക കുറച്ചെണ്ണം. പിന്നെ മുണ്ട്, നമ്മുടെ അമ്മമാരെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുണ്ട് അത്യാവശ്യമാണ്. മുണ്ട് നന്നായിട്ട് കഴുകി ഉണക്കി അത്യാവശ്യം വലിപ്പത്തിലായിട്ട് കട്ട് ചെയ്യുക. ചെറിയ പീസായി പോയത് കുഞ്ഞു കുട്ടിയല്ലേ അത്രേ വേണ്ടുള്ളൂ വെച്ചിട്ട് ചെറുതായി കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ കട്ട് ചെയ്യുക. നമുക്ക് പിന്നീടും ഉപയോഗത്തിൽ വരുന്ന സാധനമാണ്. അപ്പോൾ മുണ്ട് അതൊരു 10, 20, 25 എണ്ണത്തിൽ കൂടിയാലും കുഴപ്പമില്ല. മുണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് അതെടുത്ത് വയ്ക്കുക. പിന്നെ സ്വെറ്റർ, കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള സ്വെറ്റേഴ്സ്, അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മുകളിൽ തൊട്ട് താഴെ വരെ സിബുള്ളതുണ്ട്, അല്ലാണ്ട് ഷർട്ടും പാൻറ്റും പോലെയുള്ളതുണ്ട്. അതിൽ ഷർട്ടും പാൻറ്റും പോലുള്ളതാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആയിട്ടുള്ളത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേത് 2 ടൈപ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേത് ആ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് പിന്നീട് അത് ഉപയോഗത്തിൽ വന്നിട്ടില്ല. പിന്നെ സ്വാഡിൽ റാപ്പ് നന്നായിട്ട് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് പിടിക്കാനുള്ള, അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിക്കാം. 3-4 ഒക്കെ ആയിട്ട് മേടിക്കാം. പിന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷീറ്റ്, ബെഡ് നന്നായിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ, അതും വേണം. അപ്പോൾ അതും 1, 2, 3 ആയിട്ട് അതും മേടിച്ച് വയ്ക്കാം. പിന്നെ വേണ്ടത് ഡയപ്പേഴ്സ് എന്തായാലും മേടിച്ച് കയ്യിൽ വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ന്യൂ ബോൺ ബേബീസിന് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായാലും ഡയപ്പേഴ്സ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡയപ്പേഴ്സ് മേടിച്ച് വയ്ക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡ്രസ്സ് മേടിച്ച് അതേപോലെ ബാഗ് പാക്ക് ചെയ്യരുത്. അവരുടെ ഡ്രസ്സ് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം പാക്ക് ചെയ്യാൻ. നമ്മുടെ വീട്ടിൽ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും കുഞ്ഞ് ജനിച്ചിട്ട് അവർക്കുള്ള ഡ്രസ്സ് മേടിക്കാവൂ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഡ്രസ്സ് ഒക്കെ മേടിച്ച് വൃത്തിയായി അലക്കി ഉണക്കി വേണം പാക്ക് ചെയ്യാൻ. എന്ന് വെച്ചാൽ പൊടിയും മറ്റുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി വരുന്ന ഡ്രസ്സാണ്.
അപ്പോൾ നമ്മൾ വൃത്തിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന കുഞ്ഞാണ്. അപ്പോൾ അവരെ നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പം അതൊക്കെ വൃത്തിയിൽ ചെയ്ത് വയ്ക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ ലാസ്റ്റ് ചെയ്തത് ഫസ്റ്റ് എന്ന ഓർഡറിൽ എടുത്ത് വയ്ക്കുക. പിന്നെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ആധാർ കാർഡ് വേണം, ആരോഗ്യ ഇൻഷുറൻസ് വേണം. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, അത് വേണം. പിന്നെ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും SSLC സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ. വലിയ സംഭവമൊന്നുമില്ല. സാധാരണ നമുക്ക് ചിന്തിച്ചാൽ എന്തൊക്കെ വേണം അത്രയും കാര്യങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ രഞ്ജു. ബൈ ബൈ.